നമസ്കാരം. 1-2 ആഴ്ചകൾ കൂടി കഴിയുമ്പോൾ നമ്മുടെ SSLCയുടെ റിസൾട്ട് അനൗൺസ് ചെയ്യുകയാണ്. ഈ സമയത്ത് നമ്മുടെ കുഞ്ഞുങ്ങളും രക്ഷിതാക്കളും ഒക്കെ ചില ആശങ്കകൾ പങ്കുവയ്ക്കുന്നുണ്ട്. അപ്പോൾ അവർക്ക് വേണ്ടി 1-2 കാര്യങ്ങൾ പറയാൻ ആഗ്രഹിക്കുകയാണ്. അപ്പോൾ യഥാർത്ഥത്തിൽ നമ്മുടെ ഈ സബ്ജക്റ്റ് സ്ട്രീമുകൾ തിരഞ്ഞെടുക്കുന്നതിനകത്ത് വലിയ കാര്യമുണ്ട്. ഇപ്പോൾ ഉദാഹരണത്തിന് അവർക്ക് മെഡിക്കൽ രംഗം, അതായത് ഡോക്ടർ, നേഴ്സസ്, അതുപോലെ പാരാമെഡിക്കൽ കോഴ്സുകൾ, അതുപോലെ തന്നെ എഞ്ചിനീയറിംഗ് വിഭാഗത്തിൽ, അതുപോലെ IT വിഭാഗത്തിൽ, അതുപോലെ നമ്മുടെ അഗ്രികൾച്ചർ ഡിപ്പാർട്ട്മെൻറ്റ്, അപ്പോൾ തുടങ്ങി ഏത് മേഖല, അത്തരത്തിലുള്ള ഏത് മേഖല നിങ്ങൾ തിരഞ്ഞെടുക്കുകയാണെങ്കിലും തീർച്ചയായിട്ടും സയൻസ് സ്ട്രീം തിരഞ്ഞെടുക്കുക. മറ്റൊന്ന്, എഴുത്തിലും വായനയിലും ഒക്കെയാണ് ആ കുട്ടിക്ക് താല്പര്യമെങ്കിൽ ഹ്യൂമാനിറ്റീസ് വിഷയം സ്ട്രീം തിരഞ്ഞെടുക്കുന്നതായിരിക്കും നല്ലത്. അതുപോലെ ബാങ്കിങ് മേഖല, അതായത് ഓഡിറ്റിങ്, ചാർട്ടേഡ് അക്കൗണ്ടൻറ്റ് തുടങ്ങിയ മേഖലകളിലാണ് കുട്ടിക്ക് താല്പര്യം, ആഗ്രഹമെങ്കിൽ ആ കോഴ്സ് കൊമേഴ്സ് സ്ട്രീം തിരഞ്ഞെടുക്കുന്നതായിരിക്കും ബെറ്റർ. അപ്പോൾ ഈ കോഴ്സുകളൊക്കെ നമ്മൾ തിരഞ്ഞെടുക്കുമ്പോഴും